ഈസിയായി തയ്യാറാക്കാവുന്ന ഒരു ഹെൽത്തി മട്ടർ പനീറാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. നാനിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് മട്ടർ പനീർ. ഞാൻ സാൻഡി ജോർജ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. മട്ടർ പനീർ ഉണ്ടാക്കാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 5 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ആ കൂടെ 2 സവോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഈ ചേരുവകളെല്ലാം അരച്ചെടുക്കാനായതുകൊണ്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി സവോള ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇപ്പോൾ സവോള കളറൊക്കെ മാറി സോഫ്റ്റായി വന്നിട്ടുണ്ട്. അടുത്തതായി ചേർക്കുന്നത് ഒരു 3 തക്കാളി കട്ട് ചെയ്തതാണ്. ആ കൂടെ തന്നെ ഒരു 12 കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇനി തക്കാളി നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ മിക്സ് നല്ല ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് നന്നായി അരച്ചെടുക്കണം. അരച്ചെടുത്ത ഗ്രേവി മിക്സ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഗീയും കൂടി ചേർത്ത് കൊടുക്കാം. ഓയിലിലേക്ക് ഒരു 3 ഏലക്ക ചേർത്ത് കൊടുക്കാം. 1/2 ഇഞ്ച് നീളത്തിൽ കറുവാപ്പട്ട ചേർത്ത് കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഈ മസാല ഒന്ന് ഫ്രൈ ചെയ്യുക. കൂടെ 2 പച്ചമുളക് സ്ലൈസ് ചെയ്ത് ചേർക്കാം. കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാൻ വേണ്ടി ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. മുളക് പൊടി 1 ടീസ്പൂൺ, ജീരകപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എന്നിവയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പാനിൻ്റെ ചൂടിൽ തന്നെ പൊടികളെല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. മസാല പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് മസാലയിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഒനിയൻ ബേസ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഒനിയൻ ബേസ് മിക്സ് മസാലയുമായി മിക്സ് ചെയ്തെടുക്കാം. മിക്സി കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണേ. ഈ മിക്സ് ഇനി എണ്ണ തെളിയുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കണം. ഇത്തിരി ചൂട് കൂടിയെന്ന് തോന്നിയാൽ ഇടയ്ക്കൊന്ന് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം കേട്ടോ. പൊടികളുടെ കൂടെ ഗരം മസാല ചേർക്കാൻ ഞാൻ വിട്ടുപോയിരുന്നു. 1/2 ടീസ്പൂൺ ഗരം മസാല വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഏകദേശം 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലുമായിട്ട് വഴറ്റി കൊടുത്തപ്പോഴാണ് അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുന്നതായിട്ട് കണ്ടത്. ഇപ്പോൾ ഗ്രേവിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ അരപ്പിൻ്റെ വ്യത്യാസം മനസ്സിലാകും. പാനിലും മസാലയിലുമെല്ലാം എണ്ണമയം പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇനി ഒരു 3 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി മസാലയും വെള്ളവും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്രേവി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പീസ് ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രഷായിട്ട് പൊളിച്ചെടുത്ത പീസാണ്, അതുകൊണ്ടാണ് ഡയറക്റ്റ് ചേർക്കുന്നത്. ഉണങ്ങിയ പീസോ അല്ലെങ്കിൽ ഫ്രീസറിൽ കുറച്ച് നാൾ വെച്ചിരുന്ന പീസോ ആണെങ്കിൽ അത് രാത്രിയിൽ വെള്ളത്തിലിട്ട് വെക്കണം.
ഏകദേശം ഒരു 6 മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം കുക്കറിൽ വേവിച്ച് വേണം ഈ ഗ്രേവിയിലേക്ക് ചേർക്കുവാൻ. ഇനി നമുക്ക് കറി മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ പീസ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. പീസ് വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ പാകത്തിന് നമ്മുടെ പീസ് വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി ആ കൂടെ പനീർ ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം പനീറാണ് ഞാനിവിടെ ചേർക്കുന്നത്. കറി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി കറിയിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക. ഈസിയായി തയ്യാറാക്കാവുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട്. കറി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ക്രീം വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന മട്ടർ പനീറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്